2026 IPL RCB കപ്പടിച്ച് വീണ്ടും അവരുടെ തേരോട്ടം ആവർത്തിച്ചിരിക്കുകയാണ്. 2025 അതേ ഒരു വിജയ തുടർച്ച 2026 അവർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ RCB നമ്മളിപ്പോൾ നോക്കുകയാണെന്ന് നമ്മുടെ ഇതുവരെയുള്ള നമ്മൾ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ IPL ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് ആയിക്കോട്ടെ, ചെന്നൈ സൂപ്പർ കിങ്സ് ആയിക്കോട്ടെ, ഈ രണ്ട് ടീമുകൾക്കാണ്. അതേ ഗണത്തിലേക്ക് ഇപ്പോൾ RCB എത്തിക്കുന്ന ഒരു സമയത്തോടെയാണ് കടന്നു പോകുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാവരും എഴുതി തള്ളപ്പെട്ട ഒരു ടീം ഒരു സുപ്രഭാതത്തിൽ ഒന്ന് കപ്പടിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. അവർ ഇത്ര നാൾ ഹാർഡ് വർക്ക് ചെയ്തു, അതിനുവേണ്ടി പണിയെടുത്തു. ഏറെക്കുറെ 2024 സീസൺ തൊട്ടാണ് അവർ ഈ ടീമിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങിയത്. അതിൻ്റെ റിസൾട്ട് 2025 അവർക്ക് ലഭിക്കുന്നുണ്ട്. 2026 തുടർച്ചയായിട്ട് ആ വിജയം നേടാൻ ആവർത്തിക്കുന്നുണ്ട്, കപ്പ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു അവർക്കൊരു വിജയ തന്ത്രമുണ്ട്. മറ്റു ടീമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാറ്റിങ്ങിലായാലും ബോളിങ്ങിലായാലും അവർക്കൊരു തന്ത്രമുണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ കോഹ്ലി എന്നൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ പോലും കോഹ്ലിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു ടീമല്ല ഇപ്പോൾ RCB. അതിൽ നിന്ന് മാറി അവർ ടീമായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് അവരുടെ വിജയത്തിന്റെ ഒരു ആദ്യത്തെ ഒരു സാധ്യത വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റൻസിയിലെ കോഹ്ലി മാറുന്നു. അതിനുശേഷം പിന്നെ പട്ടിദാർ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരുന്നു. അവിടെ ഉണ്ടായ ഒരു വലിയൊരു തീരുമാനമുണ്ട്, കോഹ്ലിയെ മാറ്റുക, പട്ടിദാറിനെ ആക്കുക. അപ്പം കോഹ്ലിനെ ഇവിടെ ഫ്രീ ആയിട്ട് അഴിച്ചു വിടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഒരു ചില നിർണായക തീരുമാനങ്ങൾ അവിടെ എടുത്തിരുന്നിട്ടുണ്ട്. അതിലൂടെയാണ് RCB ഇപ്പോൾ രണ്ടാമത്തെ കിരീടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥ എങ്ങനെ നമുക്ക് നോക്കി കാണാൻ പറ്റും? പ്രത്യേകിച്ച് RCBയുടെ ഒരു സക്സസിനെ എങ്ങനെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ കിരീടമില്ലാത്ത 17 സീസൺ കഴിഞ്ഞിട്ടാണ് 18ാം സീസണിൽ RCB കിരീടത്തിലേക്ക് എത്തുന്നത്. വിരാട് കോഹ്ലി നമുക്കറിയാം, ആദ്യ സീസൺ തൊട്ട് കളിക്കുമ്പം കിരീടമില്ലാത്ത കിങ് കോഹ്ലിയാണ്, പക്ഷേ കിരീടമില്ലാത്തൊരു കിങ് ആയിട്ട് മാറുന്നൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ ടീം കടന്നു പോയത്. കോഹ്ലി നായകനായിട്ട് വർഷങ്ങളോളം കളിച്ചിട്ട് കിട്ടാത്തപ്പം നമുക്ക് കാണുന്നത് രോഹിത് ശർമ്മയെ മുംബൈ മാറ്റിയൊരു രീതി ഉണ്ടായിരുന്നു. അതിലെല്ലാം വ്യത്യസ്തമായിട്ട് കോഹ്ലി തന്നെ മാറി നിൽക്കുന്നു. രജത് പാട്ടിദാർ എന്നൊരു യുവ താരത്തെ നമുക്കറിയാം, അധികം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ദേശീയ ടീമിലേക്കൊന്നും അധികം പരിഗണന ലഭിച്ചിട്ടും കളിക്കാൻ പറ്റാത്ത പോയൊരു താരം. ആ താരത്തെ പരിക്കും വേട്ടയാടിയ പലതരം വേട്ടയാടലുകൾ നടത്തിയ ഒരു താരമാണ്. ആ താരത്തിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുന്നു. അവിടെ തൊട്ട് ഈ പറഞ്ഞ കോഹ്ലി അഴിച്ചുവിടുന്ന കളി മാറുന്ന രീതിയുണ്ട്. നമ്മുടെ RCBയുടെ ഒരു ഘടകം നോക്കുമ്പോൾ നമുക്ക് RCB ഏറ്റവും ശക്തമായ ടീമുകളുടെ നിരയിലേക്ക് നമുക്ക് എപ്പോഴും എടുക്കേണ്ടതായിരുന്നു. കാരണം രാഹുൽ ദ്രാവിഡും കാലിസും പീറ്റേഴ്സണും അങ്ങനെ കുംബ്ലെ, കോഹ്ലി അങ്ങനെ എല്ലാവരും വന്നെയാണ്. പിന്നീട് ഒരു കാലത്ത് കോഹ്ലി, ഡിവിലിയേഴ്സ്, ഗെയില്, ഈ 3 മഹാരഥന്മാർ T20 ഫോർമാറ്റിൽ ഏറ്റവും അപകടകാരികളാണെങ്കിൽ ഗെയിലും ഡിവിലിയേഴ്സും, ഇവർ രണ്ടും കോഹ്ലിയും കൂടെ ചേർന്ന ഒരു ടീമിന് ഏത് ടീമിനെയും മുട്ടിടിപ്പിക്കുന്ന ഒരു ടീമായിരുന്നു, സംശയമില്ല. ഒരു 3 പേരെ വെച്ചിട്ട് നന്നായിട്ട് കുറേ വർഷം കളിച്ചു പോയി. പക്ഷെ ആ ടോപ്പ് 3 ആ സമയത്ത് ടീമിൻ്റെ പ്രശ്നം ആ ടോപ്പ് 3 മാത്രമായിരുന്നു. മധ്യനിരയിൽ ഒരാൾ കളിക്കുന്നത് ഒരു നല്ലൊരു താരത്തെ നമുക്ക് വാർത്തെടുക്കാനോ അല്ലെങ്കിൽ കളിപ്പിക്കാനോ പറ്റില്ല. ഇനി ഇവർ നല്ല സ്കോർ എത്തിയെന്ന് കരുതിക്കട്ടെ, ചിന്നസ്വാമിയിൽ റണ്ണെടുക്കുന്ന പിച്ചിൽ നല്ല സ്കോർ എത്തിയാകട്ടെ, ഇവർ ബൗളർമാർ ചെണ്ടകളായിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയുന്നത്. നമ്മൾ സിറാജൊക്കെ തുടക്കകാലത്ത് ചെണ്ട സിറാജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സിറാജൊക്കെ അവിടെ നിന്ന് മാറി പിന്നെ ബാംഗ്ലൂരിന് വേണ്ടി കളിക്കുന്നത് മാറി വന്ന് വളർന്നു വന്നൊരു താരം തന്നെയാണ്. പക്ഷേ നമുക്ക് ഉള്ള കാലത്ത് ഈ 3 ബാറ്റ്സ്മാർ നന്നായിട്ട് സ്കോർ ചെയ്യുന്ന സമയത്തും എത്ര വലിയ ടോട്ടൽ എടുത്താലും അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കുന്ന ഒരു ബോളർ നിരയുണ്ടായിരുന്നത്. അത് മാറി ഇവർക്ക് ഈ ടോപ്പ് 3 മാത്രമല്ല, മധ്യനിരയിൽ സ്ട്രെങ്ത് വരുന്നു, അതിന് പിന്നാലെ ബോളർമാരിൽ മാറ്റം വരുന്നു. ഈ കഴിഞ്ഞ 2 സീസണിലെ ഏറ്റവും മികച്ച ബോളിംഗ് നിര ഹേസൽവുഡും ഭുവനേശ്വർ കുമാറിൻ്റെ ഒരു കോംബോ, ആ കോംബോ യഷ് ദയൽ കയറിച്ചുകൊണ്ട് ഇപ്രാവശ്യം ദർ വന്നു. ഒരു താരം പോകുമ്പോൾ അടുത്ത താരത്തെ കൊണ്ടുവരാൻ വേണ്ടിയ ബാക്കപ്പിലും ജേക്കബ് ഡഫി ഉണ്ട്. ഈ ഓൾറൗണ്ടർമാർ നിരയിലേക്ക് തന്നെ വരുന്നുണ്ട്. കൃണാൽ പാണ്ഡ്യ വന്നുണ്ട്. ആ ഒരു ടോപ്പ് 3യിലേക്ക് പഠിക്കലും അതുപോലെ തന്നെ വളർന്നു തന്നെയാണ് ആ ടീമിനൊപ്പം. പടിദാറിനെ പോലെ തന്നെ പഠിക്കലും മാറി വരുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്നൊരു ടീമായിട്ട്, ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ട് മാറുമ്പോഴാണ് ഈ കിരീടത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റിയത്. അതുപോലെ തന്നെ ഇപ്പം ലിജിൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രധാന കാര്യമുണ്ട്. 2013 തൊട്ട് 2021 വരെ കോഹ്ലി ആയിരുന്നു ക്യാപ്റ്റൻ RCBയുടെ. അതിനുശേഷമാണ് പട്ടിദാർ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരുടെ ബാറ്റിംഗ് നിരയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. നേരത്തെ കോഹ്ലിയിൽ നിന്ന് ഒരു ഉപഗ്രഹത്തെ മാത്രമായിരുന്നു ഇവർ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഈ തവണയാണെങ്കിലും നോക്കുമ്പോൾ കോഹ്ലി ആദ്യത്തെ 6 ഓവറിൽ പുറത്താകാതിരുന്ന മത്സരങ്ങളിലെല്ലാം തന്നെ RCB ജയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ഘടകമുണ്ട്. ഈ കോഹ്ലി പുറത്താവുന്ന കളിയിൽ മാത്രമാണ് RCB പല കളികളിലും സമ്മർദ്ദം നേരിട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ ബാറ്റിംഗ് നിരയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവർ ഈ 2024 എലിമിനേറ്ററിൽ RCB പുറത്താവുന്നുണ്ട്. അതിനുശേഷം ആണ് ടീമിൽ വലിയൊരു അഴിച്ചുപണി ഉണ്ടാവുന്നത്. അന്ന് ഇവരുടെ ഹെഡ് കോച്ച് ആയിട്ടുള്ള ആൻഡി ഫ്ലവറാണ്. അദ്ദേഹം ആ സമയത്ത് ടീമിനൊപ്പം നിൽക്കുന്നുണ്ട്. ആ ടീമിനെ ഒപ്പം നിൽക്കുമ്പോൾ പോലും ടീമിൽ വലിയൊരു അഴിച്ചുപണി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ദിനേശ് കാർത്തികിനെ ബാറ്റിംഗ് കോച്ചായിട്ട് കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഇവർ ടീമിനെ അഴിച്ചു പണിയുമ്പോഴത്തേക്ക് ഇവർ
ടോപ്പ് ഓർഡറിൽ വേണ്ടവർ, മധ്യനിരയിൽ വേണ്ടത്, ബോളിംഗ് വേണ്ടത് എല്ലാം ഒരു ഓർഡർ അനുസരിച്ച് ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതായത് ഇപ്പം മുമ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഗെയില്, ഡിവിലിയേഴ്സ് ഒക്കെ ഉള്ള സൂപ്പർ താരങ്ങളെ കുത്തി നിറച്ചിരുന്ന അവസ്ഥയായിരുന്നു. ഓരോ നമ്പറിലും, ഓരോ ബാറ്റിംഗ് ഓർഡറിലെ ഓരോ നമ്പറിലും വേണ്ട കളിക്കാരാരാണെന്നുള്ള തീരുമാനത്തിലെത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഫിൽ സോൾട്ടിനെ എത്തിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് ഓപ്പണറെ അല്ലെങ്കിൽ ഒരു കൂറ്റനടിക്കാരെ ഓപ്പണർ സ്ഥാനത്തേക്ക് വേണമെന്നുള്ളൊരു ഒരു തീരുമാനത്തിന് പുറത്താണ് സാൾട്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ കോഹ്ലിയുടെ കൂട്ടത്തിൽ ഓപ്പണായിട്ടർ വരുന്നു. അതുപോലെ തന്നെ ഈ ഓൾറൗണ്ടർ വേണമെന്നൊരു നല്ലൊരു തീരുമാനം. അത് സ്പിൻ ഓൾറൗണ്ടറെ കൃണാൽ പാണ്ഡ്യയെ കൊണ്ടുവരുന്നത്. അതുപോലെ നമ്മൾ പറയേണ്ട കാര്യമാണ് ഈ ടിം ഡേവിഡിന്റെ കാര്യം. ടിം ഡേവിഡ് RCB വന്നപ്പോൾ അദ്ദേഹം ഒരു വ്യത്യസ്തനായ കളിക്കായിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കോഹ്ലിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ബാറ്റിംഗ് ഓർഡറിൽ ഏറ്റവും താഴോട്ട് വരുമ്പോഴത്തേക്കും ടിം ഡേവിഡിലോട്ടൊക്കെ വരുന്നുണ്ട്. അത് 8 ബാറ്റ്സ്മാരാണ് RCBക്ക്. മറ്റു പല ടീമിലും 6 or 7 എത്തുമ്പോൾ ഇവിടെ 8 പേരാണ്. അതിൻ്റെ അകത്ത് ഈ വലിയ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നതിൽ ഫിൽസായിട്ട് കോഹ്ലി മാത്രമേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു താരം എന്ന് പറയുന്നതാണ് ടിം ഡേവിഡ്. അതിനിടയിലുള്ള താരങ്ങളിലാണ് മധ്യനിരയിലുള്ള സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന കുറച്ച് താരങ്ങൾ. കൃണാൽ പാണ്ഡ്യനെയൊക്കെ എത്തിച്ച് മത്സരത്തെ അനുകൂലമാക്കാൻ RCBക്ക് പറ്റിയിട്ടുണ്ട്. അത് RCB സംബന്ധിച്ചൊരു വലിയ അതുപോലെ തന്നെ ബൗളിംഗ് അവരുടെ വീക്കായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ ചിന്നസ്വാമി പോലും അവര് പലപ്പോഴും തകരുന്ന കാഴ്ച. ബൗൾ എത്ര റൺ അടിച്ചാലും അവര് എറിഞ്ഞു കൊടുക്കുന്ന കുറച്ച് ചെണ്ടകളായിട്ടുള്ള ബോളർമാർ. അതിൻ്റെ ആ ഒരു അന്ന് ഈ ഹെഡ് കോച്ചായിട്ട് ഇവനുണ്ടായി നമ്മുടെ ഹണ്ടി ഫ്ലവർ ഉള്ളപ്പോൾ തന്നെ അവർ എടുത്ത തീരുമാനമാണ് ഈ ഭുവനേശ്വർ കുമാറിനെ ടീം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭുവനേശ്വർ കുമാർ വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള ബോളർമാരായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൃണാൽ പാണ്ഡ്യ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭുവനേശ്വറിനെ സപ്പോർട്ട് ചെയ്യാൻ ടിം ഡേവിഡ് ഉണ്ട്. അങ്ങനെയുള്ളൊരു ശക്തമായ ഒരു ബൗളിംഗ് നിര. അതിൻ്റെ അകത്ത് പറയുന്ന ഈ ഡെഫിയുടെ കാര്യങ്ങളൊക്കെ പറയും. ഡെഫിക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ഒരു ബോളറാണ്. അവരെങ്ങനെ കുറച്ച് ഓരോ ബോളിംഗ് സെക്ഷനിൽ ആരൊക്കെ വേണം, ബാറ്റിംഗ് ഓർഡറിൽ ആരൊക്കെ വേണം, മധ്യനിരയിൽ ആര് വേണം, ഒരു ഓൾറൗണ്ടർ ആയിട്ട് ആര് വേണം, ഓരോ നമ്പറും ഫിക്സ് ചെയ്യാൻ പറ്റി. അത് മറ്റു ടീമുകൾക്കൊന്നും പറ്റാതിരുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 താരങ്ങൾ ഗെയിലായാലും ഡിവിലിയേഴ്സ് ആയാലും കോഹ്ലിയിലും ആ 3 താരങ്ങൾ ഒതുക്കുന്ന ടീമായിരുന്നു. അവരിൽ തുടങ്ങി അവരിൽ ഒതുക്കുന്ന ടീമായിരുന്നു. ആ 3 നമ്പർ അല്ലാതെ അവരുടെ ഒരു ഗ്ലാമർസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫെയിം അല്ലാണ്ട് വേറെ നോക്കിയിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ നമ്പറിലും ആരാണ് സ്യൂട്ടായി വേണ്ടത്, ടീമിനെ എങ്ങനെ കൊണ്ടുപോകുന്നതാണ് 8ാം നമ്പർ ഒരു ബാറ്റിങ്ങിന്റെ കരുത്ത് വന്നത്. ബൗളിംഗിലേക്ക് സ്പിന്നിലേക്ക് കൃണാൽ പാണ്ഡ്യ പോലെ താരം വരുന്നത്, ബാറ്റിങ്ങിലും അനുകൂലമായി വരുന്നത്. ഓരോ ബോളിംഗ് ഈ പറഞ്ഞ പവർ പ്ലേയിൽ ബോളർ, ഡെത്ത് ഓവറിൽ തന്ത്രം ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ വരുമ്പോഴേക്കന്നെ ആ ടീമിന്റെ കരുത്ത് മൊത്തം മാറുകയാണ്. അവിടുന്ന് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ സീസണിൽ പറയുമ്പോൾ 2 or 3 ഒരു പ്രമുഖ താരങ്ങളുടെ പേര് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ ഓരോ നമ്പർ എടുത്തപ്പോൾ ആ നമ്പറിന് സ്യൂട്ടായ താരങ്ങളാണ് ആ ടീമിൽ മൊത്തം ഉള്ളത്. ആ ടീമിന് സ്ട്രെങ്ത് മാറുന്നു, മധ്യനിരയിൽ ഒരു സ്ട്രെങ്ത് വരുന്നു, പട്ടിതാറിനെ പോലുള്ള താരങ്ങൾ വരുന്നു. അവരെല്ലാം ക്ലിയർ ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റുന്നു. അതിന്റെ റിസൾട്ട് അവിടെ കിട്ടുന്നു. ഇപ്പോഴും നമ്മൾ പരമ്പര തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ IPL തുടങ്ങുന്ന സമയത്ത് ടീമിന്റെ നമ്പർ നോക്കുമ്പോൾ, കടലാസിലെ പുലികൾ നോക്കുമ്പോൾ ഈ നമ്പർ എടുത്ത് പറയാൻ പറ്റുന്ന വലിയ വലിയ താരങ്ങളൊന്നും നമുക്ക് അധികം പറയാൻ വേണ്ടി പറ്റില്ല. മറ്റു ടീമുകളെ ഇപ്പം മുംബൈയുടെ നേരെ നോക്കിയാൽ നീണ്ടു നടന്ന് കിടക്കുമല്ലേ. ആ ടീമിലെ സൂര്യകുമാർ ആയാലും രോഹിത് ആയാലും തിലക് ആയാലും ഹാർദിക് ആയാലും അങ്ങനെ പറയാൻ നമുക്ക് ഒരുപാട് പേരുണ്ട്. ഇവിടുത്തെ വരുമ്പോൾ അത്രയും പേരുകൾ ഇല്ലെങ്കിൽ കൂടി ആ ടീം സ്ട്രെങ്ത് ആണെന്ന് മത്സരം തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ കൊള്ളാം, ഇവർ കളിക്കാൻ വേണ്ടി വരുന്ന ടീമാണെന്ന്. ചേസിങ്ങിലേക്കാണെങ്കിൽ വിരാട് കോഹ്ലി എന്നൊരു എക്സ് ഫാക്ടർ ഉണ്ട്. അത് മതി എന്നുള്ള സാധനമുണ്ട്. 2ാം സ്ഥലത്തൊരു പ്രശ്നമില്ല. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴേക്ക് പറഞ്ഞ ഓരോ നമ്പറിലേക്കും ഉണ്ട്. മത്സരത്തിന്റെ ഗതി ഒറ്റക്ക് മാറ്റാൻ വരുന്ന താരങ്ങളുണ്ട്. ആ താരങ്ങൾ തന്നെയാണ് ടീമിന്റെ കരുത്തായിട്ട്. പട്ടിദാറിന്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമാണ്. ഇപ്പം പട്ടിദാറിന്റെ കാര്യത്തിൽ ഈ ടീമിന്റെ മധ്യനിര വീക്കാണ് അല്ലെങ്കിൽ അവസാനത്തേക്ക് 4-5 ബാറ്റിംഗ് ഓർഡറിന് ശേഷം വീക്കാണ് എന്നുള്ളൊരു ആരോപണം ഒരു ശക്തമായി നിൽക്കുന്ന സമയത്താണ് ഈ പട്ടിദാർ സ്വയം തീരുമാനം എടുക്കുന്നുണ്ട്. ഏത് ബാറ്റിംഗ് ഓർഡറിലും താൻ കളിക്കാൻ തയ്യാറാണ്. അതായത് ഓപ്പണിങ്ങിൽ കോഹ്ലിയുടെ ഒരു ഫാക്ടർ ഉണ്ടാകുമ്പോൾ ഫിൽ സോൾട്ടിന് ഭാഗത്ത് നല്ലൊരു ഇന്നിങ്സ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മധ്യനിരയിലോട്ട് കളി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അത് പട്ടിദാർ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തുടങ്ങിയതോടെ ടീം ഒരു ബാലൻസ് ചെയ്തു. ഡ്രസ്സിംഗ് റൂമിലടക്കം നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഹ്ലിയെ പോലെ ഒരു താരത്തെ കൺട്രോൾ ചെയ്യാന്നൊക്കെ പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. അതിൽ കോഹ്ലിയുടെ നമ്മൾ ഈ പറയുന്ന സമയത്ത് നമ്മൾ മുംബൈ ടീമിനെ അത് വീണ്ടും പറഞ്ഞ ടീമിന്റെ പടലപ്പണക്ക് ആരംഭിച്ചത് രോഹിത്തിന്റെ ക്യാപ്റ്റൻസി മാറ്റി. അത് മാനേജ്മെന്റ് ഒരു ഏകപക്ഷീയ തീരുമാനത്തെ തുടർന്നാണ്. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യക്ക് പിന്നെ ബൂംറയെ പോലുള്ള താരങ്ങളെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്ന അവസ്ഥ നമ്മൾ മുൻ സീസണിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ വിരാട് കോഹ്ലി ദേശീയ ടീമിന്റെ ക്യാപ്റ്റൻസി മാറിയ സമയത്ത് നമ്മൾ കണ്ടാണ് രോഹിത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അതേ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് യുവതാരങ്ങൾ ഈ രജത് പട്ടിദാറിന് കോഹ്ലി ഉണ്ട് എന്നുള്ള സാധനമുണ്ട്. ഇപ്പം കഴിഞ്ഞ ഫൈനൽ ഉൾപ്പെടെ കോഹ്ലിനൊക്കെ നിയന്ത്രിച്ച് കോഹ്ലിനൊക്കെ ഫീൽഡ് സെറ്റ് ചെയ്യുമ്പോൾ പട്ടിദാറിന് യാതൊരു പ്രശ്നമില്ല. കൂളായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. കോഹ്ലി ആ ഒരു യുവതാരത്തെ പോലെ കോഹ്ലി ആ ഒരു സ്പിരിറ്റ് നമുക്കറിയാം. പക്ഷെ അങ്ങനെ സെറ്റ് ചെയ്ത് വേണ്ടുമ്പോൾ അതിന് വഴങ്ങി നിൽക്കുന്നു, കളിക്കുന്നുണ്ട്. ഇപ്പം
താരത്തിന്റെ ഒരു ജാട ഒരു തലക്കനോ ഇല്ലാതെ കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവിടെയാണ് ഏറ്റവും വലിയ വിജയം ഞാൻ കാണുന്നത്. കോഹ്ലി ഒരു കംപ്ലീറ്റ് ടീം മാനായിട്ട് മാറുവാണ്, ഒരു നായകനായിട്ട് കിങ് തന്നെയാണ്, യാതൊരു ഇത് വരുന്നില്ല. എത്ര മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ വരുന്ന താറുന്നില്ല. പക്ഷെ അത് എന്താണോ വേണ്ടത്, എങ്ങനെയാണോ വേണ്ടത്, അതനുസരിച്ച് അദ്ദേഹം വഴങ്ങുന്ന ഒരു ടീമിനെ മാറുന്നുണ്ട്. അത് പടിത്താറിന് കൊടുക്കുന്ന ഈ പറഞ്ഞ ഒരു ആവശ്യം വന്നാൽ അവിടെ ഉപദേശം നടന്ന ആളുണ്ട്. ഭുവനേശ്വർ പോലെ സീനിയർ താരങ്ങൾ ബോളിംഗിലുണ്ട്, ഒരു പ്രശ്നമില്ലാത്തതെല്ലാം പറയുമ്പോഴും കോഹ്ലി ഏതൊരു ഘട്ടത്തിലും കോഹ്ലിയുടെ സഹായമുണ്ട്. അഗ്രഷനുണ്ട്, ടീമിനോട് ആരും മുട്ടമ്മ അവിടെ ഉണ്ട്, എന്തിനും പോകുന്നൊരു താരം വ്യത്യസ്തനാക്കുന്ന കോഹ്ലിയുണ്ട് അവിടെ. പക്ഷേ ഫൈനലിൽ സംഭവിച്ചത് തന്നെയാണ്, അവർക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഗുജറാത്തിന്. പക്ഷെ അവിടെ കോഹ്ലി വിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. അതായത് ഓപ്പണിംഗ് ഒന്നാമത്തെ ഓവർ തൊട്ട് ക്രീസ് നിൽക്കുന്ന ആളാണ്. അവരാണ് നല്ലൊരു തുടക്കം നൽകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കോഹ്ലി കൂടിയിട്ട്. ആ കോഹ്ലി അത് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നില്ലാണ്. ഇവരെ ഫൈനലൊരു വ്യത്യാസം തന്നെയാണ്. നമുക്ക് ഗുജറാത്തിന് ഓപ്പണർമാരിലെ അവിടെ ടോപ്പ് 3 മാത്രം ആശ്രയിക്കുന്ന ഒരു ടീമാണ്. ആ ടോപ്പ് 3 തകർന്നാണ് ഗുജറാത്തിന് പറ്റിയത്. നമ്മൾ RCBയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഈ രണ്ടും വീണപ്പോഴേക്ക് അവിടെ കളി കഴിഞ്ഞു. പക്ഷെ ഇവിടെ വീഴ്ത്താൻ വേണ്ടി പറ്റിയില്ല, കോഹ്ലിനെ വീഴ്ത്താൻ വേണ്ടി പറ്റിയില്ല, കളി കൊണ്ടുപോയി. അത് തന്നെയാണ് വന്നത്. ആ കോഹ്ലി ഇത്രനാളും കോഹ്ലി ഒറ്റക്ക് പൊരുതി, കോഹ്ലിയും ഡിവിലിയേഴ്സും അവർ പൊരുതുമ്പോൾ ബോളർമാർ വിട്ടുകൊടുത്തു. അത് നമ്മൾ പറയാറുണ്ട്, നമുക്ക് ലോകകപ്പിന്റെ സമയത്ത് 2010 ലോകകപ്പിന് ഇന്ത്യക്ക് ഒരു കട്ട ടീം ഉണ്ടായിരുന്നു. എന്തിനും മതി ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ഉണ്ടായിരുന്നു. ആ ടീമിന് ധോണിക്ക് നയിക്കാൻ വേണ്ടി പറ്റിയെങ്കിലും ആ 11 പേരും സ്ക്വാഡിലെ 15 പേരും അതിന് സ്യൂട്ടായ പോരാളികൾ തന്നെയായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ RCBയുടെ ഒരു കാര്യം നടന്നത്. കോഹ്ലി എവിടെ ഉണ്ട്? ഇതിനു മുമ്പും കോഹ്ലി ഉണ്ടായിരുന്നു, പക്ഷെ കപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം ആ കോഹ്ലിയിൽ ഒടുങ്ങുന്ന ഒരു ടീമായിരുന്നു, അല്ലെങ്കിൽ അവിടെ 3 പേരിൽ ഒടുങ്ങുന്ന ഒരു ടീമായിരുന്നു. ഇപ്പം അതല്ല, 4, 5 തൊട്ട് 11 നമ്പർ വരെ നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, ടീമിന് എന്താണോ കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അത് 100% കൊടുക്കാവുന്ന ടീമുണ്ട്. ഭുവനേശ്വർ കുമാറിന്റെ സ്വിങ്ങിനെല്ലാം ഇപ്പോഴൊന്നും മാറ്റിട്ടുണ്ട്. നമ്മൾ കളി താഴുന്ന സമയത്ത് തുടങ്ങിയ ഭൂവി തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ആ ഒരു ഇത് ഭൂവിനൊക്കെ സീനിയർ താരങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തിയതിൻ്റെ ഒക്കെ മറ്റു ടീമുകൾക്കൊക്കെ ഇപ്പം അതിൽ പശ്ചാത്താപം ഉണ്ടാകും. ആ ഭൂവിയൊന്നും ഒരു കാലത്തും പോകുന്നില്ല. എനിക്കൊന്ന് 2 സീനിയർ താരങ്ങൾ ഇപ്പം പറയാം, കോഹ്ലിയും ഭൂവിയും മാത്രം. ബാക്കിയെല്ലാം കുറേ ഹെസൽവുഡിനെ പോലെ താരങ്ങൾ ഉണ്ടാവില്ല പറഞ്ഞ ഇന്ത്യൻ താരങ്ങളെ കാര്യം പറയുന്നത്. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ പിടിച്ചെടുക്കത്ത് കൊണ്ടുപോകാണ്. കാർത്തിക് ഉൾപ്പെടെ താരങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. കാർത്തിക് ഇന്നലെ ഇപ്പം പറയുന്നുണ്ട്, ഞാൻ റിട്ടയർ ചെയ്ത ശേഷം എനിക്ക് ടീമിൽ വിശ്വാസം ഉണ്ടായിരുന്നു, കൊണ്ടുവരാൻ വേണ്ടി പറ്റിയെന്ന്. കോഹ്ലി പറയുന്നുണ്ട് 2005 കപ്പെടുത്തി നമുക്ക് അടുത്ത വർഷം എടുക്കാൻ പറ്റും, നമുക്ക് വിശ്വാസം നേടാൻ പറ്റുന്നത്. ഈ സ്ക്വാഡ് ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി പറ്റും. ഓപ്ഷൻ വരുമ്പോൾ സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, സ്ക്വാഡ് നിലനിർത്താൻ വേണ്ടി പറ്റിയാൽ സൂപ്പറായിട്ട്. ഓപ്ഷന്റെ സമയത്താണ് ഇവർ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം സൂപ്പർ താരങ്ങൾ വേണ്ട, ടീമിന്റെ ഓരോ ബാറ്റിംഗ് ഓർഡറിലാണെങ്കിലും ബോളിംഗ് ഓർഡറിൽ കറക്റ്റ് താരങ്ങൾ മതി. കോച്ചിങ് സ്റ്റാഫിന്റെ ഒരു ഇത് വരുന്നത് അവിടെയാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പോൾ ഭുവനേശ്വർ കുമാറിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഹേസൽവുഡ് വരുന്നു, അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ വരുന്നു, ഡഫി വരുന്നു, അങ്ങനെയുള്ള ബോളർമാർ വരുന്നത്. ബാറ്റിംഗ് ഓർഡറിലോട്ട് നമ്മൾ നോക്കുമ്പോൾ അതുപോലെ തന്നെ വലിയ താരങ്ങളില്ലാതെ മികച്ചൊരു നിരയെ ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് തന്നെയാണ് RCBയുടെ ഈ തവണത്തെ IPL കിരീടത്തിന് നേട്ടമായതും. ഇനി വരുന്ന സീസണിൽ RCB എന്തെങ്കിലും തന്ത്രങ്ങൾ ഒളിപ്പിച്ചു വെക്കോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ അവിടെ ഇപ്പോഴും ഈ ടീമിന് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു സംശയമില്ല. RCBക്ക് പിന്നെ അവസാന റൗണ്ട് വരെ മുന്നേറാൻ വേണ്ടി എന്തുവാൻ പറ്റും, കപ്പ് നിർത്താനും പറ്റുന്നതിൽ സംശയം ഉണ്ടാവില്ല.